നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. തലവേദന ഒരു തലവേദനയാകുമ്പോൾ മൈഗ്രെയിൻ മുതൽ ആത്മഹത്യാ തലവേദന വരെ തിരിച്ചറിയണം ഈ അവസ്ഥകൾ. ഗുരുതര രോഗങ്ങളുടെ സഹകരണമാകാം തലവേദന. ആർക്ക് എപ്പോഴും വരാവുന്ന നിത്യജീവിതത്തെ അട്ടിമറിക്കുന്ന ഒന്നാണ് തലവേദന. 90% പേരിലും തലവേദന കുഴപ്പം സൃഷ്ടിക്കണമെന്നില്ല. എന്നാൽ അതിനെ അവഗണിക്കാനുമാകില്ല. ഗുരുതര രോഗങ്ങളുടെ സഹകരണമായും തലവേദനയെ കാണണം. തലവേദനയുടെ രൂക്ഷമായ അവസ്ഥയാണ് മൈഗ്രെയിൻ. മെച്ചപ്പെട്ട ജീവിതശൈലിയോടെ ഈ രോഗത്തെ നിയന്ത്രിക്കാനാവുമെന്നും മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീൺ പണിക്കർ പറഞ്ഞു. കണ്ണിന് ചുറ്റുമുള്ള വേദനയെ തലവേദനയാകാമെന്ന മുൻധാരണയോടെ ചികിത്സിക്കാതിരിക്കുന്നത് ഭാവിയിൽ കുഴപ്പം സൃഷ്ടിക്കുമെന്നും ഡോക്ടർ പ്രവീൺ മുന്നറിയിപ്പ് നൽകുന്നു. മറ്റു ശരീരഭാഗങ്ങളിലെ വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഗുളികൾ തലവേദന മാറാൻ സഹായിക്കുമോ? ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെ വേദനയ്ക്കുള്ള ഗുളികൾ തലവേദന വരുമ്പോൾ കഴിച്ചാൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചേക്കാം. നിരന്തരം ഈ ഗുളികൾ കഴിച്ചാൽ ഇവ നിർത്തുമ്പോൾ തലവേദന ശക്തമാകും. പിന്നീട് ഈ ഗുളികകൾ കഴിച്ചാലും തലവേദന മാറില്ല. ശരീരവേദനയ്ക്കുള്ള മരുന്നുകൾ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രൂക്ഷമായ തലവേദന ചികിത്സിച്ചു മാറ്റാൻ പ്രയാസമാണ്. ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തലവേദന അനുഭവപ്പെടുന്നതുണ്ടല്ലോ. ബേക്കറി പലഹാരങ്ങൾ, വായു നിറച്ച പാനീയങ്ങൾ, കോള എന്നിവ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് തലവേദന ഉണ്ടാകും. ചിലർക്ക് ചോക്ലേറ്റ്, വൈൻ, ചൈനീസ് ഭക്ഷണം, മോണോ സോഡിയം ഗ്ലൂട്ടോമേറ്റ് എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും മൈഗ്രെയിൻ കൂടും. വേദനയ്ക്ക് കാരണമാകുന്ന ഭക്ഷണം ഒഴിവാക്കണം. ഉണരുമ്പോൾ സമയത്ത് തലവേദന അനുഭവപ്പെടുകയും കുറച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അനീമിയ എന്ന പ്രശ്നമാണ്. വണ്ണം കൂടിയവരുടെ ശ്വാസനാളികളുടെ മുകൾ ഭാഗത്ത് കൊഴുപ്പ് അടിയും. ഇത് ഉറക്ക സമയത്ത് ശ്വാസനാളികളിൽ തടസ്സത്തിന് കാരണമാകും. ഇത് ഉറക്കത്തിന് ഗുണമേന്മ കുറയ്ക്കും. രക്താതിമർദ്ദം ഉയരും. ഇതാണ് ഉറക്കം എണീക്കുമ്പോൾ തലവേദന ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളൊന്നാണ്. തലച്ചോറിലെ പ്രഷർ കൂടുന്ന അസുഖം ഉണ്ടെങ്കിലും ഈ രീതിയിൽ തലവേദന ഉണ്ടാകും. ഉറങ്ങുന്നതിന് മുൻപ് മദ്യം, കോഫി എന്നിവ ഉപയോഗിക്കുന്നവർക്കും രാവിലെ ഉണരുമ്പോൾ തലവേദന വരാം. തലവേദന നിത്യവും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. ജീവിത തിരക്കുകളും മാനസിക സമ്മർദ്ദങ്ങളും തലവേദനയ്ക്ക് കാരണമാകുന്നത് എങ്ങനെ? സ്ട്രെസ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടണം. പരിശീലനം സിദ്ധിച്ച സൈക്കാട്രിസ്റ്റ് ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതുപോലെ റിലാക്സേഷൻ ടെക്നിക്സും യോഗയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നിരന്തരമായ തലവേദന വരുന്നവരിൽ വിഷാദ രോഗവും ഉത്കണ്ഠയും കാണാറുണ്ട്. എന്താണ് സൈനസ്? അതിൻ്റെ ഭാഗമായി തലവേദന ഉണ്ടാകുമോ? ഒഴിവാക്കേണ്ടത് എങ്ങനെ? തലയോടിൻ്റെ ഭാഗത്ത് വായു നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ് സൈനസ്. അതിനുള്ളിൽ അണുബാധ ഉണ്ടാകുമ്പോൾ തലവേദന വരും. അതാണ് സൈനസിറ്റിസ്. നെറ്റിയുടെ മുന്നിലും മൂക്കിലെ 2 വശങ്ങളിലും അണുബാധയും തുടർന്ന് നീർക്കെട്ടും ഉണ്ടാകുമ്പോൾ മുന്നോട്ട് കുനിഞ്ഞാൽ തലവേദന ഉണ്ടാകും. മൂക്കിൽ നിന്ന് ദ്രവം വരാറുണ്ട്. പനി വന്നേക്കാം. സൈനസ് ഭാഗത്ത് ഡോക്ടർ ഞെക്കി നോക്കുമ്പോൾ രോഗിക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സൈനസ് സ്ഥിരീകരിക്കാം. നീർക്കെട്ട് മാറാനുള്ള മരുന്ന് നൽകിയാണ് ചികിത്സ. തലവേദന പാരമ്പര്യ രോഗമാണോ? സാധാരണ തലവേദന പാരമ്പര്യമായി വരാറില്ല. മൈഗ്രെയിൻ പാരമ്പര്യമായി വന്നേക്കാം. അങ്ങനെയുള്ളവർ അതിനുള്ള സാഹചര്യത്തിൽ നിന്നും മാറി നിന്നാൽ രോഗത്തിൽ നിന്ന് അകലം പ്രാപിക്കാം. മദ്യവും പുകവലിയുമൊക്കെ ഉപേക്ഷിക്കുന്നവരിൽ ചിലർക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. വേദന ഒഴിവാക്കാൻ പലരും ലഹരിയിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്താണ് പരിഹാരം? ലഹരി നിർത്തുമ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് തലവേദന ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള മരുന്ന് കഴിച്ചു ലഹരിയിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രവണത ഇല്ലാതാക്കാം. മാനസികാവസ്ഥയാണ് പ്രധാനം. ഇനി ലഹരിയിലേക്ക് ഇല്ലെന്ന് ഉറപ്പിക്കണം. മൈഗ്രെയിൻ ആദ്യമായി വരുന്നതിന് മുമ്പ് അത് തിരിച്ചറിയാൻ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? മൈഗ്രെയിൻ വരുന്നതിന് 1-2 ദിവസം മുൻപ് ചില ലക്ഷണങ്ങൾ ഉണ്ടാകാം. ക്ഷീണം, ഉത്കണ്ഠ, ശ്രദ്ധക്കുറവ്, ലൈറ്റിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന മുന്നറിയിപ്പുകൾ. ചിലരിൽ വയറുവേദന, വയറിളക്കം കാണാറുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന